ഇന്നിപ്പോൾ നമ്മളെ വർക്ക് കുറച്ച് കല്ലിൻ്റെ വർക്കാണ്. ഏകദേശം പാരപ്പറ്റുകളൊക്കെ കെട്ടി ലെവലാക്കാണ്ട്. എന്നാലും ഇപ്പം നമുക്ക് പുറം തേച്ച് പോരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വക്കിനൊക്കെ പാരപ്പറ്റ് കെട്ടാണ്ട് ഏകദേശം വെട്ടലിലാണ് കെട്ടണത്. ഈ പാരപ്പറ്റ് ഇപ്പം നമ്മളിങ്ങനെ കെട്ടണമെന്ന് വെച്ചാൽ ഇത് പിന്നീട് മേലേക്ക് എടുക്കേണ്ട രൂപത്തിലാണ് ഇപ്പോൾ ഈ കെട്ടണത്. പിന്നെ ഇത് സെക്കൻഡ് ക്വാളിറ്റി കല്ലുകൊണ്ടാണ് ഈ കെട്ടണത്. ഏകദേശം 52 ഉറുപ്പ്യാണ് ഇന്നത്തെ വില. ഇതാ കോണിക്കൂടിൻ്റെ മേലെ കൂടെ ചെറിയ ഇഷ്ടിക വക്കിന് വെച്ച് കെട്ടണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒലിച്ചിറങ്ങും. ഇഷ്ടിക വെച്ചാലുള്ള പൈപ്പ് ഇട്ടിട്ട് ഒരു ഭാഗത്തേക്ക് വെള്ളം ചാടിക്കാൻ പറ്റുള്ളൂ. ഇത് റൂം പൊക്കി വാർത്താണ്. ഇതിൻ്റെ വക്കിനും വേണം ഇഷ്ടിക വെക്കാൻ. ഇനിയിപ്പോൾ ഇത് സിറ്റ് ഔട്ടിൻ്റെ മുകളിലും വേണം. സിറ്റ് ഔട്ടിൻ്റെ മേലെ ശേഷം വീതിയുള്ള കട്ടയാണ് വെക്കണത്. എന്താ വെച്ചാൽ അതിൻ്റെ മേലെ കമ്പി കൊടുക്കണമെങ്കിൽ, ബലം കിട്ടണമെങ്കിൽ ഇത് കൊടുക്കണം. കെട്ടിൻ്റെ ഐറ്റം വർക്കുകളൊക്കെ ഇപ്പം ഇന്നത്തെ പരിപാടികൾ. ഭാഗം ഒരു ലെവൽ ചെയ്യാണ്ട് കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ പ്ലെയിൻ സ്ലാബ് ആകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വക്കത്തിന് ഒരു ഇഷ്ടിക വെച്ചിരിക്കുന്നത്. ഇനി ഇത് തേച്ചിട്ട് ഒരു ഭാഗത്തേക്ക് വെള്ളം വന്ന് മറി പൈപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേത് മൊത്തത്തിൽ ഒലിച്ചിറങ്ങുമ്പോൾ ആകെ സൈഡിൽ കൂടെയൊക്കെ കച്ചറ വരാൻ സാധ്യതയുണ്ട്. പഴയ കാലത്ത് മണ്ണിൻ്റെ ഇഷ്ടികയായിരുന്നു, അതിന് പകരമാണ് ഇപ്പോൾ ഈ ബ്രിക്കിൻ്റെ ചെറിയ ഇഷ്ടിക ഇറങ്ങിയിരിക്കുന്നത്. ഇത് വക്കിനൊപ്പം വെച്ച് കെട്ടിയില്ലെങ്കിൽ വെള്ളം എല്ലാ ഭാഗത്തു കൂടി വലിക്കും. കൊല്ലം കൂടുമ്പോൾ പെയിൻ്റ് അടിക്കേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു. ഇങ്ങനെ ആകുമ്പോൾ ഒരു ഭാഗത്തേക്ക് വെള്ളം പോയി ചാടും പൈപ്പിൽ കൂടെ. മഴ നിന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വെയിലാണ് ഇപ്പോൾ ഇത്. നല്ല ചൂടാണ്. എന്തായാലും ഏകദേശം 4 ആളുണ്ടെന്ന് വർക്ക്. പിന്നെ ഇപ്പോൾ ഈ ചെറിയ ഈ കട്ടക്ക് മുമ്പ് വില ഉണ്ടായിരുന്നത് 9 ഉറുപ്പ്യാണ്. ഇപ്പോൾ ഏകദേശം 12-13 ഉറുപ്പ്യേൻ്റെ അടുത്തായി ഈ കട്ടക്ക്. ഇത് 9 ഇഞ്ച് നീളം 4 ഇഞ്ച് വീതി വരുന്ന സൈസിലുള്ള കട്ടയാണ്. അങ്ങനെ ഇവിടെ ഒരു ഒറ്റവരി വെക്കാണ്ടായിരുന്നു ലെവൽ ചെയ്യാൻ, അതും ചെയ്തു. പിന്നെ കൂടുമ്പൊക്കെ ചെറിയ ഇഷ്ടിക വെച്ച് കെട്ടി. അതേപോലെ ഇത് താഴത്ത് റൂം പൊക്കി വാർത്തതാണ്. ഇതും ഫുള്ള് കെട്ടി പൈപ്പുകളൊക്കെ വെച്ച്. പിന്നെ ഇതാ അങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ മുകളിലും കല്ല് കടത്തി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ കമ്പി ഇടാനാണ്. സേഫ്റ്റി ഇല്ല, കുട്ടികളൊക്കെ വന്ന് മറി. അപ്പോൾ അതിന് വേണ്ടി കമ്പിടാൻ വേണ്ടിയിട്ട് വീതിക്ക് കെട്ടിയതാണ്. അങ്ങനെ പാരപ്പറ്റിൻ്റെ വർക്ക് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം കഴിച്ചു. താഴത്തുനിന്ന് 230 കല്ല് ഏകദേശം കയറ്റിയിട്ടാണ് ഇതൊക്കെ പടുത്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ കൺമുന്നിലൂടെ പോവുകയാണെങ്കിൽ ഈ ചെറുക്കനെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.